ഹായ് ഹലോ. നമുക്ക് നമ്മുടെ പറമ്പൊന്ന് കണ്ടാലോ? പറമ്പിൽ കുറച്ച് കൃഷിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മളെ വീട്ടാവശ്യത്തിനായിട്ട്. ഇത് ആദ്യം നമുക്ക് തുവരയാണ് കേട്ടോ. അത് തുവര ആവുന്നേ ഉള്ളൂ, കായ് വരുന്നേ ഉള്ളൂ. ഒരു 3-4 ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ തുവര. പിന്നെ ചേമ്പ്, പിന്നെ പച്ചക്കളർ ചീര, അതുപോലെ വെണ്ടയുണ്ട്. വെണ്ട പച്ചയുണ്ട്, ചുമന്ന വെണ്ടയുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മുളകുണ്ട് ഇതാ. പിന്നെ വഴുതന പച്ചയുണ്ട്, അതുപോലെ വെള്ള വഴുതനയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാ വെണ്ട കുറച്ചൊക്കെ നമ്മൾ പറിച്ചു കേട്ടോ. ഒരു 5-8 തവണ നമ്മൾ കറി വെക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് വെണ്ട. ഇതെന്ന് തന്നെ കേട്ടോ. പിന്നെ വഴുതന അതുപോലെ നമ്മൾ പറിച്ചതാണ്. അതിന് ഇത് പച്ച വഴുതനയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇത് കുവയാണ്. കുവ നമ്മൾ വീട്ടാവശ്യത്തിന് കുട്ടികൾക്ക് കുറുക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ എടുക്കാറുണ്ട് കേട്ടോ. കുരുമുളക്, മത്തങ്ങ നമ്മൾ ഇതെന്നാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നമ്മൾ വാഴപ്പഴത്തിൻ്റെയാണ്. ഇത് ഒരു പൂവമ്പഴത്തിൻ്റെ ഇത് നേന്ത്രവാഴയുണ്ട് കേട്ടോ. നേന്ത്രവാഴയാണ്. മിളകും ഉണ്ട് കേട്ടോ. ഇത് ചെറിയ നാരങ്ങ തൈയാണ്. പിന്നെ മഞ്ഞൾ കേട്ടോ. മഞ്ഞൾ നമ്മളെ വീട്ടാവശ്യത്തിനും കറിക്കൊക്കെ ഇതെന്നാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നമ്മൾ വർഷത്തിലൊരിക്കലാണ് മഞ്ഞൾ കളച്ചെടുക്കാറ്. എന്നിട്ട് നമ്മളത് നന്നായി കഴുകി വേവിച്ച് ഉണക്കി പൊടിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് മുരിങ്ങയാണ് കേട്ടോ. വീഡിയോ എടുക്കുന്ന ടൈമിൽ ഇതാ പാറു ചുറ്റിന് മേലെ കയറി നിൽക്കാൻ നോക്കുക കേട്ടോ, പൂ പറിക്കാൻ. അവൾ നമ്മുടെ പിന്നാലെ വരും കേട്ടോ, ഇങ്ങനെ ഓടിയിട്ട്. ഇത് തക്കുടു അന്ന് കുഴിച്ചിട്ട പയറാണ് കേട്ടോ, പയർ ചെടി. അപ്പോൾ അത് നന്നായി വള്ളി വന്നപ്പോൾ നമ്മളതിന് കമ്പൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മുളക്, പൈനാപ്പിള്. മുളകൊക്കെ നന്നായി വലുപ്പമായിട്ടുണ്ട്. പിന്നെ അതാ ഒരു 3-4 നാരങ്ങ ചെടി ഇട്ട്, ചെറുനാരങ്ങയുടെ ചെടിയാണ്. അത് തനിയെ മുളച്ച് വന്നതാണ്. അപ്പോൾ നമ്മളതിന് മണ്ണൊക്കെ നന്നായി കൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ വലുതായി വരുന്നുണ്ട്. പിന്നെ നമ്മളൊരു വാഴ കുലച്ചപ്പോൾ അത് വെട്ടിയതാണ് കേട്ടോ. പിന്നെ ഒരെണ്ണം കൊലയായി നിൽക്കുന്നുണ്ട് അവിടെ, ഇതായിട്ടില്ലാകുന്നേ ഉള്ളൂ. പിന്നെ മുരിങ്ങ, പിന്നെ ഇത് കപ്പയാണ് കേട്ടോ. കപ്പ അത്യാവശ്യം ആവാറായിട്ടുണ്ട്. പിന്നെ ചേമ്പുണ്ട്. ചേമ്പ് നമ്മൾ ഇവിടെ നിന്ന് പറിച്ചിട്ടാണ് കേട്ടോ അന്ന് കറി വെച്ചത്. പിന്നെ അതുപോലെ ചേനയും ആയതാണ്. ചേനയുടെ അടുത്ത് കുറച്ച് മഞ്ഞളുണ്ട് കേട്ടോ, അത് കസ്തൂരി മഞ്ഞളാണ്. അപ്പോൾ നമ്മൾ കപ്പ കിളയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ മണ്ണ് നല്ലോണം ഡ്രൈ ആയിരിക്കുന്നുണ്ട്, അപ്പോൾ കിളയ്ക്കുമ്പോൾ വരുന്നില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് വെള്ളം നനച്ച് കൊടുത്താൽ പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞിട്ട് പപ്പ കിളയ്ക്കുകയാണ് കേട്ടോ. ഞാൻ എന്താ വെള്ളം എടുത്തിട്ട് വന്ന് കുറച്ച് നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ നനയ്ക്കാത്ത മുമ്പേ തന്നെ അത് കുറച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നനച്ച് കൊടുത്തപ്പോൾ നന്നായിട്ടൊന്ന് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നനയ്ക്കുന്ന ടൈമിൽ കുറച്ച് നമ്മൾ വാഴയ്ക്കും പൈനാപ്പിളിനൊക്കെ നനച്ച് കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് ഉണ്ടായിരുന്നു, കുരുമുളകിന് നമ്മൾ അതിൻ്റെ ഇടയിലൂടെ നനച്ച് കൊടുത്തു കേട്ടോ. കുരുമുളക് നമ്മൾ ഒരു 5-6 വർഷം മുമ്പ് ഞാൻ ചെറിയൊരു തൈ കൊണ്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിപ്പോൾ നന്നായിട്ടൊന്ന് വലുതായിട്ടുണ്ട്. പിന്നെ അത് കറിവേപ്പിലയാണ് കേട്ടോ. ആ ടൈമിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയൊക്കെ പറിച്ചു കേട്ടോ. നമ്മുടെ വീട്ടാവശ്യത്തിന് നമ്മുടെ പറമ്പിൽ കുറേ കറിവേപ്പില തൈ ഉണ്ട് കേട്ടോ. ഇത് മുരിങ്ങയാണ്, കായ് മുരിങ്ങയാണ് കേട്ടോ. കുരുമുളക് നന്നായി വന്നിട്ടുണ്ട്, പച്ചക്കളറായി പിടിച്ചിട്ടുണ്ട്, പഴുത്തിട്ടില്ല, എന്നാലും പച്ചയാണ് കേട്ടോ. നമ്മൾ നന്നായി നനച്ച് കൊടുക്കുമ്പോഴാണ് നമുക്കത് നന്നായി കായ് കിട്ടുള്ളൂ. ഇപ്പോൾ കുറേ കുരുമുളക് ആയിട്ടുണ്ട് അത്യാവശ്യം. അപ്പോൾ നമ്മൾ കപ്പ നന്നായിട്ടൊന്ന് വെള്ളം നനച്ച് കുതിർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, മണ്ണ്. അപ്പോൾ നമുക്ക് വലിക്കാൻ പാകത്തിന് നന്നായിട്ടൊന്ന് അത് ഇളകി വരും. അപ്പോൾ നമ്മൾ ആദ്യം മുകളിൽ നിന്ന് തന്നെ ഇളക്കുമ്പോൾ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ പപ്പ പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നല്ലോണം ചളി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് നന്നായി കഴുകിയെടുത്തു കേട്ടോ. ഒരു തൈ തന്നെ നിറയെ കായ് ഉണ്ടായി, നല്ല വലുപ്പമുണ്ട് കേട്ടോ. കായൊക്കെ ഏകദേശം ഒരു 3 കിലോൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവുമെന്ന് തോന്നുന്നു നമ്മൾ കഴുകിയെടുത്തപ്പോൾ കേട്ടോ. പിന്നെ നല്ല ഇളമ്പായിരുന്നു കേട്ടോ, അത്ര മൂത്തിട്ടും ഉണ്ടായിരുന്നില്ല. നമ്മൾ കഴുകിയപ്പോൾ തന്നെ അറിയാൻ പറ്റി കേട്ടോ അത്
ഏകദേശം 3 കിലോൻ്റെ അടുത്തുണ്ട് കേട്ടോ കിഴങ്ങ്. നമ്മളതും കൊണ്ട് കപ്പപ്പുഴുക്ക് ഉണ്ടാക്കി കേട്ടോ വൈകുന്നേരത്ത്. പിന്നെ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു മത്തി. അപ്പോൾ നമ്മൾ മത്തിക്കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ മത്തിക്കറിയും കപ്പയാണ് കേട്ടോ വൈകുന്നേരത്ത് കഴിക്കാൻ ഈവനിങ്. അപ്പോൾ നമ്മളത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് വെന്ത് വരുന്ന ഒരു കിഴങ്ങായിരുന്നു കേട്ടോ. അധികം ഹാർഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഈവനിങ് കപ്പയും മത്തിക്കറിയായിരുന്നു കേട്ടോ ഒന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.